നമസ്കാരം. പ്രതിഭ MLA മകന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു ലഹരി ആരോപണം ഉയർന്നു വന്നിരുന്നല്ലോ. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം വാർത്ത റിപ്പോർട്ട് ചെയ്തത് 24ഉം ഏഷ്യാനെറ്റുമായിരുന്നു. ആ ചാനലുകൾക്കെതിരെ MLA പിന്നീട് ഫേസ്ബുക്ക് ലൈവിലൂടെയും പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അവർ മകന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ മകന്റെ പേരിൽ പ്രചരിപ്പിച്ച ആ വ്യാജ വാർത്തയെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തി. അതിന് പിന്നാലെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില മാധ്യമ ഉദ്യോഗസ്ഥ ഒത്തുകളി നടന്നോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ്. അങ്ങനെ പറയാൻ കാരണം ഇപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് MLAയുടെ ആരോപണം പുറത്തു വരുന്ന സന്ദർഭത്തിൽ മകനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല. പക്ഷേ പൊടുന്നനെ ഈ കേസിലെ 9ാം പ്രതിയായിട്ട് MLAയുടെ മകന്റെ പേര് ചേർക്കുന്ന സാഹചര്യം ഉണ്ടായി. പിറ്റന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസ്ഥയും ഉണ്ടായി. ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ FIR കാണാൻ സാഹചര്യമുണ്ടായി. എക്സൈസിനെ സംബന്ധിക്കുന്നിടത്തോളം അവർ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ കേസ് പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഈ സംഭവം തന്നെ നമുക്ക് എടുക്കാം. തകഴി പാലത്തിന്റെ കീഴിലുണ്ടായ സംഭവം. ആ പാലത്തിനടിയിൽ നാട്ടുകാരുടെ ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എക്സൈസുകാർ അവിടേക്ക് വരുന്നു എന്നുള്ള ആരോപണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് അവിടെ യുവാക്കൾ മദ്യപിക്കുന്നു എന്ന ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ വരുന്നു, ഈ കൂട്ടമായി നിൽക്കുന്നവരെ പിടിക്കുന്നു. അതിൽ അഭിഷേക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് 3 ഗ്രാം കഞ്ചാവ് പിടിക്കുന്നു. ഇതാണ് ആ സംഭവം എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ എക്സൈസ് ഇങ്ങനെ ഒരു കേസ് പിടിക്കപ്പെട്ടാൽ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മഹസറും FIR എല്ലാം തയ്യാറാക്കേണ്ടത് സ്പോട്ടിൽ നിന്നാകണമെന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള നിയമം. അതിനുശേഷം അവർ എവിടെ FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഈ ക്രബ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ്. ഈ സോഫ്റ്റ്വെയറിലൂടെ അന്നത്തെ ദിവസം 7 മണിക്ക് ഉണ്ടായ ഒരു സംഭവം അല്ലെങ്കിൽ എക്സൈസുകാർ പിടിക്കപ്പെട്ട ഈ ഒരു കൂട്ടം ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരുടെ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് MLA ആരോപണം ഉന്നയിക്കുന്ന സന്ദർഭങ്ങളിൽ ഇവർ ജാമ്യത്തിൽ പുറത്തിറങ്ങി കഴിഞ്ഞു. അതിനുശേഷം ഈ കുട്ടിയുടെയും MLAയുടെ എല്ലാം ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരാളെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ജാമ്യത്തിൽ വിടുന്നത് എപ്പോഴായിരിക്കും? അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടായിരിക്കുമല്ലോ ജാമ്യത്തിലേക്ക് വിടുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ജാമ്യത്തിൽ വിട്ടതിന് ശേഷം MLAയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ FIRൽ തന്നെ ഡിജിറ്റലി രേഖപ്പെടുത്തിയ ടൈം കോഡ് പ്രകാരം അല്ലെങ്കിൽ സമയം പ്രകാരം അർദ്ധരാത്രി 12 മണി കഴിഞ്ഞ് 11 സെക്കൻഡ് ആകുമ്പോഴാണ് ഇതിൽ FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് ഇത് സംബന്ധിച്ചുള്ള ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുന്നത്. അത് പറയാൻ കാരണം സോഷ്യൽ മീഡിയയിൽ AH ഹഫീസ് എന്ന കേരള കോൺഗ്രസ് നേതാവ് ഇത് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് പ്ലാൻഡ് ആയിട്ട് ചെയ്ത കാര്യമാണ്, അതല്ലെങ്കിൽ തന്റെ പേരിൽ കേസെടുത്തോളൂ എന്നുള്ള വെല്ലുവിളി കൂടി അദ്ദേഹം അതിനകത്ത് ഉന്നയിക്കുന്നുണ്ട്. അത് കേട്ടപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് കൂടുതൽ സംശയം ഉണ്ടാകുകയും എക്സൈസ് ഉദ്യോഗസ്ഥരെ തന്നെ നേരിട്ട് വിളിച്ച് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയത്. അപ്പോഴാണ് അവർ പറഞ്ഞത് ഇത്രയും വൈകേണ്ട കാര്യമില്ല, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ജാമ്യം കൊടുക്കേണ്ടത്. ഇത്തരം കേസുകൾ ഉണ്ടായാൽ വീട്ടിൽ നിന്ന് ആളെ വിളിക്കുന്നുണ്ട്, അവരോടൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള എഴുത്തുകുത്തുകളെല്ലാം പൂർത്തീകരിച്ച് FIR രജിസ്റ്റർ ചെയ്ത് അവരെ ജാമ്യത്തിൽ വിടുകയാണ് പതിവ്. പിറ്റേന്ന് ഇത് കോടതിയിൽ സമർപ്പിക്കും. പക്ഷെ അർദ്ധരാത്രിയിൽ ഇത് ചെയ്തിരിക്കുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളായ ഏഷ്യാനെറ്റിലും 24ലും ഇതിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുത്തി MLAയുടെ പേര് കയറ്റണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ മാഫിയ കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണോ ആ ഒരു FIR ഉണ്ടായതെന്ന സംശയം ബലപ്പെടുകയാണ്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഹഫീസിന്റെ ലൈവ് ഒന്ന് കാണും. എന്നാൽ കഴിഞ്ഞ ദിവസം, കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ 28-ാം തീയതി കായംകുളം MLA പ്രതിഭ സഖാവിന്റെ മകൻ മയക്കുമരുന്നുമായി പിടിയിലായി എന്നുള്ള വാർത്തകൾ മനോരമ ചാനലും തുടർന്ന് മറ്റ് ചാനലുകളും പ്രസിദ്ധീകരിച്ച് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം കണ്ടത് മനോരമയുടെ ഓൺലൈൻ വാർത്തയാണ്, മനോരമ ചാനലിന്റെ ഓൺലൈൻ വാർത്തയാണ് കാണുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട MLA ലൈവിൽ വന്ന് പറഞ്ഞു, എൻ്റെ മകൻ ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സമൂഹത്തോട് മാപ്പ് പറയാം, എൻ്റെ മകൻ്റെ പേരിൽ കേസില്ല എന്ന്. എൻ്റെ മകൻ എക്സൈസ് വിട്ടയച്ചിട്ടുണ്ടെന്ന്. എന്നാൽ അടുത്ത ദിവസം 29-ാം തീയതി, ഇന്ന് 30-ആണ്, ഇന്നടുത്ത ദിവസങ്ങൾ മാധ്യമങ്ങൾ മറ്റൊരു വാർത്ത പുറത്തു കൊണ്ടുവന്നു. FIR എടുത്തിരിക്കുന്നു. FIRൽ പ്രതിയാണ് പ്രതിഭ MLAയുടെ മകൻ. അത് എല്ലാവരും കൃത്യവും വ്യക്തവുമായി അത് കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു. എന്നാൽ ഞാൻ ഉന്നയിക്കുന്ന ഗുരുതരമായ ഒരു ആരോപണമാണ്. മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് ഈ വാർത്ത, മാധ്യമങ്ങൾ ഈ വാർത്ത വിട്ടതിന് ശേഷം ആണ് പ്രതിഭ MLAയുടെ മകനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRന്റെ കോപ്പി ഞാൻ ഈ
വീഡിയോയുടെ താഴെ അല്ലെങ്കിൽ ഈ ലൈവ് സ്ട്രീമിൻ്റെ താഴെ ഞാൻ കൃത്യമായി അതിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാം. 29-ാം തീയതി 12 മണിക്ക് ശേഷം 11 സെക്കൻഡുമുള്ള സമയത്താണ് ഈ FIR തയ്യാറാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഈ വാർത്ത വരാൻ തുടങ്ങിയത് 7 മണി തൊട്ടുള്ള സമയങ്ങളിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ FIR ഓൾറെഡി പ്രതിഭയുടെ മകനെതിരെ കേസെടുത്തു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ താൻ ഈ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ബഹുമാനപ്പെട്ട MLA ലൈവായും മാധ്യമങ്ങളോടും പറഞ്ഞ സമയത്ത് MLAയുടെ മകനെതിരെ ഒരു കേസും നിലവിലുണ്ടായിരുന്നില്ല. ഞാൻ ഈ പറയുന്നത് തെറ്റാണെങ്കിൽ എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. ഇടതുപക്ഷക്കാരനായി പോയതിന്റെ പേരിൽ വേട്ടയാടപ്പെട്ട മക്കളെ മയക്കുമരുന്ന് കേസിൽ കൊടുക്കുന്ന സംഘപരിവാർ ഭീകരതയുടെ മറ്റൊരു മുഖം കേരളത്തിലെ ചില ഉദ്യോഗസ്ഥന്മാർ കൂടി ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വ്യക്തമാണ്. നമ്മൾക്കറിയാം, സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ എത്രയോ നാളെ മയക്കുമരുന്ന് ആരോപിച്ച് ജയിലിലിട്ടു. പ്രതിഭ MLAയുടെ മകനെ കഞ്ചാവ് കൈവശം വെച്ചതിന് പോലീസ് പിടിയിൽ, ഞാൻ ആ കുട്ടിയുടെ പേര് മനഃപൂർവ്വം പറയാത്തതാണ്, പോലീസ് പിടിച്ചു എന്ന് പറയുമ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ മകന് MDMA ആകാമെങ്കിൽ MLAയുടെ മകന് കഞ്ചാവായി കൂടി എന്നുള്ള കമന്റുകളാണ് വന്നത്. അപ്പോൾ ഞാൻ ഈ താഴെയിടുന്ന കമന്റായി ഇടുന്ന FIRന്റെ കോപ്പിയിൽ സമയം കൃത്യമായി നിങ്ങൾ നോക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MLA കൊടുക്കാൻ ഏതെങ്കിലും ഭാഗത്ത് ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങൾക്ക് വേണ്ടി ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പോയാൽ തന്നെ ആ നിമിഷം കോഷ് ചെയ്ത് പോകാനുള്ള ഒരു കാര്യം തന്നെ അതിനകത്തുണ്ട്. ഇത് ക്രൂരതയാണ്. ഒരു സഖാവിനെ തേക്കാൻ, ഇല്ലാതാക്കാൻ വളർന്നു വരുന്ന മകന്റെ ചിത്രം ഉപയോഗിച്ച് ഏറ്റവും മോശമായ, അത് കായംകുളത്ത് തോറ്റ സ്ഥാനാർത്ഥിയാക്കി ഇട്ടിരിക്കുന്ന വൃത്തികെട്ട കമന്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഇതിന് പിന്നിൽ എന്തോ ഗൂഢാലോചന എന്ന് എനിക്ക് തോന്നിയത്. ഏതായാലും എനിക്ക് പ്രതിഭ മറ്റുള്ള ഇടതുപക്ഷ നേതാക്കന്മാരോട് എല്ലാം നല്ല ബന്ധമുണ്ട്. പക്ഷേ ഞാൻ ഈ പ്രതിഭ MLA കണ്ടിട്ടേ ഉള്ളൂ. എനിക്ക് യാതൊരു ബന്ധവുമില്ല, പരിചയവുമില്ല, എൻ്റെ പാർട്ടിക്കാരിയുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സഹോദരിയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചപ്പോൾ എന്താണ് ഒറ്റ നോട്ടത്തിൽ എനിക്കൊരു മാധ്യമ പ്രവർത്തകനാണ് ഈ FIRന്റെ കോപ്പി തന്നെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് അദ്ദേഹത്തോടെ. അതുപോലെ തന്നെ കേരള പോലീസിന്റെ FIR ആണെങ്കിൽ തുണ എന്ന് പറയുന്ന പോലീസിന്റെ സൈറ്റിൽ നിന്ന് ആർക്കും ഡൗൺലോഡ് ചെയ്യാം. എക്സൈസിൽ നിന്ന് ഒരു FIR പുറത്തു പോകണമെങ്കിൽ അത് ബഹുമാനപ്പെട്ട കോടതിക്കും മേലധികാരികൾക്ക് മാത്രമേ, അത് ഫയലിംഗ് കോടതിക്ക്, അതല്ലെങ്കിൽ മേലധികാരികൾക്ക്, അത് പുറത്ത് പബ്ലിക്കിന് കൊടുക്കണമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കണം. ഈ പുറത്തു വന്നിരിക്കുന്ന, ഞാൻ പബ്ലിഷ് ചെയ്യുന്ന, എനിക്ക് മാധ്യമപ്രവർത്തകരിൽ നിന്ന് കിട്ടിയ FIRൽ പോലും അങ്ങനെ വിവരാവകാശ നിയമപ്രകാരമാണെന്നോ ബഹുമാനപ്പെട്ട കോടതിയുടെയോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ സീലില്ലാത്ത ഇത് പുറത്ത് വിട്ട് തന്നെ ആക്ഷേപിക്കാൻ തന്നെയാണ്. കേട്ടല്ലോ, ഇടതുപക്ഷ പ്രവർത്തകർക്കെതിരെ ഉയർന്നു വരുന്ന പല ആരോപണങ്ങളും നമുക്കറിയാം. അത് PM ആർഷോയ്ക്കെതിരെ എഴുതാത്ത പരീക്ഷ ജയിച്ചു എന്ന രീതിയിൽ വിവരങ്ങൾ വരുന്നു, മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നു. ഇതെല്ലാം ആദ്യം മാധ്യമങ്ങൾക്കാണ് കിട്ടാറുള്ളത്. ഇപ്പോ MLAയുടെ മകനുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഉടനടി മാധ്യമങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. ആദ്യം FIRൽ പേരില്ല എന്ന് തിരിച്ചറിയുന്നു, MLAയുടെ മകൻ MLAയോടൊപ്പമുണ്ട് എന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം രാത്രി 12 മണിയോടുകൂടി അത് FIR രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ സ്വാധീനമുണ്ട്. അതിന്റെ പിന്നിൽ വർക്ക് ചെയ്തത് നേരത്തെ DC രവിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ആത്മകഥ പുറത്തു വന്നതുപോലെ ഒരു FIR രൂപത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ ഇതിൽ ഈ നാട്ടിൽ ചില ഉദ്യോഗസ്ഥരുടെ സംഘപരിവാർ സ്വാധീനം എന്താണെന്നും അവർക്ക് ഈ മാധ്യമ മാഫിയയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ഇടതുപക്ഷ നേതാക്കന്മാരെ കരുതിക്കൂട്ടി കരിവാരിത്തേക്കാൻ, അവഹേളിക്കാൻ, അപമാനിക്കാൻ അവർ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന സംശയം ബലപ്പെടുകയാണ്. അതിനൊരു ഉദാഹരണമാണോ ഇതെന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം വേണം. അല്ലാതെ ഒരു കേസിൽ ജാമ്യത്തിന് വിട്ടതിന് ശേഷം പേരില്ലാത്ത വ്യക്തിയുടേത് അർദ്ധരാത്രിയോടുകൂടി ചേർക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ശക്തമായിട്ടുള്ള ചില ഇടപെടൽ ഉണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത് ചെയ്ത കായംകുളം എക്സൈസ് ഉദ്യോഗസ്ഥൻ ആരായിരുന്നാലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം നല്ലതായിരിക്കും. കാര്യം മാധ്യമ വാർത്തകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയോ മാധ്യമ വാർത്തകൾക്ക് കൂടുതൽ സ്ഥിരീകരണം കൊടുക്കാനോ ആ വാർത്തകൾ സംബന്ധിച്ച് തെറ്റാണെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് പൊതുജനത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അത്തരം ഉദ്യോഗസ്ഥർ അന്ന് ഈ പണിക്ക് യോഗ്യരല്ല എന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.